എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈയിൽ നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, the counseling stage where the counselor and counselee working together to find out the feelings and thoughts. അതായത് കൗൺസിലിംഗ് പ്രോസസ്സിലെ ഏത് സ്റ്റേജിൽ വെച്ചാണ് കൗൺസിലറും കൗൺസിലിംഗോടെ കൂടി ഫീലിങ്സും തോട്ട്സും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ഷൻ സ്റ്റേജ്, ടെർമിനേഷൻ സ്റ്റേജ്, അസസ്മെൻറ്റ് സ്റ്റേജ്, എക്സ്പ്ലോറേഷൻ സ്റ്റേജ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എക്സ്പ്ലോറേഷൻ സ്റ്റേജ് ആണ്. വൺ ഓഫ് ദ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ടാണ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ് കരുതപ്പെടുന്നത്. എക്സ്പ്ലോറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഈ ഒരു സ്റ്റേജിലാണ് കൗൺസിലറും കൗൺസിലിംഗും കൂടെ അവരുടെ ഫീലിങ്സിലോട്ടും തോട്ട്സിലോട്ടും ഇറങ്ങിപ്പോകുന്നത്. അതായത് അവരുടെ പ്രോബ്ലം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോറേഷൻ സ്റ്റേജാണ്. കൗൺസിലർ ട്രസ്റ്റും ഒരു റാപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിലോട്ട്, ഇന്നർ തോട്ട്സിലോട്ട് ഇറങ്ങിപ്പോവാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം, എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ കൗൺസിലർ എമ്പതറ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ നല്ലൊരു ലിസണർ ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം. ആ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അതായത് കൗൺസിലിങ്ങിൻ്റെ അകത്തെ വൺ ഓഫ് ദ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ കയ്യിന്ന് പോകും. സോ അതുകൊണ്ട് തന്നെ കൗൺസിലർ അത്രയും ലിസണറായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുവാണ്, എന്താണ് ഇവരുടെ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അതായത് കൗൺസിലിയുടെ ഉള്ളിലുള്ള ഫീലിങ്സുകളും തോട്ട്സുകളും ഒക്കെ പുറത്തേക്ക് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോറേഷൻ സ്റ്റേജാണ്. അതായത് കൗൺസിലറും കൗൺസിലിംഗും കൂടെ എക്സ്പ്ലോർ ചെയ്യുക തോട്ട്സിലൂടെ ഫീലിങ്സിലൂടെ എന്താണ് പ്രോബ്ലം എന്ന്. ഇവിടെ ഒരു സെൽഫ് ഡിസ്കവറി നടക്കുവാണ്. അതായത് കൗൺസിലറും കൗൺസിലിംഗും കൂടെ ഡിസ്കവറി ചെയ്തെടുക്കുവാണ് എന്താണ് പ്രശ്നം എന്നുള്ളത്. അത് നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു രീതിയിലും കൗൺസിലിങ്ങിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് ഈ ഒരു ഫേസിൽ കൗൺസിലർ വർക്ക് ചെയ്യേണ്ടത്. ആക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കൗൺസിലിംഗാണ് പ്രാധാന്യം. അതായത് കൗൺസിലിംഗ് സ്റ്റേജിൽ അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ, സ്കിൽസ് അതൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ആക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ന്യൂ സ്കില്ലുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ വരുന്ന കൗൺസിലർ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിനാണ് ആക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ടെർമിനേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് തൊട്ട് കൗൺസിൽ ഫ്രീ ആണ്. അതായത് അവർ തന്നെ അവരുടേതായ കാര്യങ്ങളിലോട്ട് പോകണം. അതായത് ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ അപ്ലൈ ചെയ്ത് കൗൺസിലറിൻ്റെ സഹായം ഇല്ലാണ്ട് അവർ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക ലൈഫ് ജീവിച്ചു പോകുന്ന ആ ഒരു സ്റ്റേജാണ്. അതായത് അവർക്ക് മാറ്റങ്ങളെല്ലാം വന്നു, അവർ സെറ്റായി. അപ്പം ആ ഒരു കൗൺസിലറിൻ്റെ സഹായങ്ങളൊക്കെ നിർത്തി ഇനി അവർ തന്നെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആ ഒരു സ്റ്റേജാണ് ടെർമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് സ്റ്റേജിലാണ്, അതായത് ഒരു പേഴ്സണലൈസ്ഡ് നീഡ്സും ഒക്കെ വെച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതായത് ഓരോരുത്തരും വ്യത്യസ്തമാണ്. അപ്പം കൗൺസിലിയുടെ ലൈഫിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരുടെ നീഡ്സുകളും അവരുടെ രീതികളെല്ലാം വെച്ചിട്ട് കൗൺസിലർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതാണ് അസസ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് ആസ് എ ലൈഫ് സ്കില്ല്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന സ്കില്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് റിക്വയർ അനലിറ്റിക്കൽ സ്കിൽസ്, ബി അസർട്ടീവ് ഓൾവേസ് ആൻഡ് നോട്ട് ടു ബി ഫ്ലെക്സിബിൾ ഇൻ ഓൾ സിറ്റുവേഷൻസ്, ഇഗ്നോർ പൊട്ടൻഷ്യൽ റിസ്ക് വൈൽ ഡിസിഷൻ മേക്കിംഗ്, റെക്കഗ്നൈസ് ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്, നെഗോഷിയേറ്റ് ആൻഡ് ലിസൺ അതേഴ്സ് ദെൻ ഇഗ്നോർ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിന് അനലറ്റിക്കൽ സ്കിൽസ് എപ്പോഴും വേണ്ടതാണ്. നമ്മളെപ്പോഴും അസർട്ടീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരിക്കലും ഫ്ലെക്സിബിൾ ആയിരിക്കരുത്. അതായത് സിറ്റുവേഷനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും പൊട്ടൻഷ്യൽ റിസ്കുകളൊക്കെ വരുന്നതാണ്, നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സുകൾ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, പക്ഷെ അതിനുശേഷം ഇഗ്നോർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കണം? ഓപ്ഷൻ സി ആണ്, 1, 4 ആണ്. അതായത്
എഫക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിന് അനലിറ്റിക്കൽ സ്കിൽസ് വേണം. അതായത് ഒരു ഡിസിഷൻ എടുക്കുക നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് അനലൈസ് ചെയ്യണം. അതിന് ഉള്ള ജോലി സാധ്യതകളെ പറ്റി അനലൈസ് ചെയ്യണം. അതിൻ്റെ കോഴ്സിനെ പറ്റി ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അത് ഫിനാൻഷ്യൽ ലെവലിലായിക്കോട്ടെ നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചായിക്കോട്ടെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. നമ്മൾ ഉറപ്പുള്ള അതുപോലെ തന്നെ റിജിഡായിട്ടുള്ള രീതിയിൽ വേണം എല്ലാ സിറ്റുവേഷനിലും ഡിസിഷൻ എടുക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും ശരിയാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മളൊരു ഡിസിഷൻ എടുത്തു എന്ന് വയ്ക്കുക, അപ്പോൾ ആ ഡിസിഷന് ഒരു ആഫ്റ്റർ എഫക്റ്റ് നെഗറ്റീവായിട്ട് ബാക്കിയുള്ളവരെ ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസിഷൻ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നൊരു ഡിസിഷൻ വേറെ ഒത്തിരി പേരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് വരും എന്നൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അങ്ങനെയാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും നമ്മുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്യണം. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ലാസ്റ്റ് വാക്കായിരിക്കരുത്. നമ്മൾ ഒരു അതോറിറ്റേറ്റീവ് ആയിരിക്കരുത്. അതായത് നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ റിസ്ക്കുകൾ ഇഗ്നോർ ചെയ്യുക. നമുക്ക് റിസ്ക്കുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ലൈഫിൽ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക്കുകൾ എപ്പോഴും ഏറ്റെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഫീലിങ്സുകൾക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെഗോഷിയേറ്റ് ആൻഡ് ലിസൺ അതേഴ്സ് ദെൻ ഇഗ്നോർ. അതായത് ബാക്കിയുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അതിനുശേഷം ഇഗ്നോർ ചെയ്യുക. അങ്ങനെയല്ല, ബാക്കിയുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം, അതിനുശേഷം അത് മൊത്തമായിട്ട് ഇഗ്നോർ ചെയ്യരുത്. നമ്മൾ പറഞ്ഞു അനലിറ്റിക്കൽ സ്കിൽസ് അനിവാര്യമാണെന്ന്. നമ്മളപ്പോൾ ഈ അനലൈസ് ചെയ്യണം, അത് നല്ലതാണോ അല്ലയോ എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളത് ഇഗ്നോർ ചെയ്യണോ അതെയോ എടുക്കണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അതായത് ഡിസിഷൻ മേക്കിങ്ങിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അനലിറ്റിക്കൽ സ്കിൽസ്. ആര് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പലരോടും അഭിപ്രായം ചോദിക്കും. അവർ പറയണതെല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു സൈക്കോ അനലിറ്റിക് തിയറി ഡിഫൻസ് മെക്കാനിസം ആർ പ്രൈമർലി യൂസ്ഡ് ടു. അതായത് സൈക്കോ അനലിറ്റിക് തിയറി അനുസരിച്ച് ഡിഫൻസ് മെക്കാനിസം എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രെങ്തൻ ദ സൂപ്പർ ഈഗോ, സേവ് ദ ഈഗോ ഫ്രം അൻസൈറ്റി, ബ്ലെയിം അതേഴ്സ്, സപ്പോർട്ട് അതേഴ്സ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, സേവ് ദ ഈഗോ ഫ്രം അൻസൈറ്റി എന്നുള്ളതാണ്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്. അതായത് ഒരു ഫ്രസ്ട്രേഷൻ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഒരു ഹാബിച്വൽ മെത്തേഡാണ്. നമ്മുടെ ബ്ലോക്സിനെയൊക്കെ ഓവർകം ചെയ്യുക, ഗോൾസ് റീച്ച് ചെയ്യുക, നമ്മുടെ മോട്ടീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതുപോലെ തന്നെ ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് റിലീവ് ഉണ്ടാക്കുക, ഒരു എക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ടെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇത് അൺകോൺഷ്യസ്ലി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് സ്ട്രെസ് സിറ്റുവേഷന് അൺകോൺഷ്യസ്ലി മീറ്റ് ചെയ്യാനായിട്ട്. അതായത് നമുക്കൊരു സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് പീരീഡിൽ ഈ ഈഗോയ്ക്കാണ് ത്രെട്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് കോൺസെപ്റ്റിനാണ് ഒരു ത്രെട്ട് സംഭവിക്കുന്നത്. അപ്പം ഈ ഡിഫൻസ് മെക്കാനിസം ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. അതായത് ഈ സെൽഫ് കോൺസെപ്റ്റ് പ്രിസർവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു അൺസൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അൺസൈറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് ചെയ്യുന്നത്. അതായത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സൈക്കോളജിക്കൽ ഡേഞ്ചേഴ്സിൽ നിന്നും ഡിസ്ട്രെസ്സിൽ നിന്നും ഒക്കെ നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടാണ് ഡിഫൻസ് മെക്കാനിസം നിലകൊള്ളുന്നത്. അഗ്രഷൻ, കോമ്പൻസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ എന്നിങ്ങനെ വ്യത്യസ്ത തരം ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേജർ ഫോക്കസ് ഓഫ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഇൻ ദ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഈസ്. അതായത് ലേണിംഗ് എൻവയോൺമെൻറ്റിലെ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷണൽ അപ്രോച്ചിൻ്റെ മെയിൻ ഫോക്കസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പറ്റീഷൻ റെക്കഗ്നേഷൻ, റിവാർഡ്സ് ആൻഡ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്, പ്രോപ്പർ മോണിറ്ററിംഗ് ആൻഡ് അസസ്മെൻറ്റ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സ്റ്റുഡൻറ്റ് സെൻറ്റർനെസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സ്റ്റുഡൻറ്റ് സെൻറ്റർനെസ് ആണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ മെയിൻ ഐഡിയ എന്താണ്? ഹ്യൂമൻ ഈസ് ദ സെൻറ്റർ. അതായത് എല്ലാത്തിൻ്റെയും സെൻറ്റർ ഹ്യൂമൻ ആണെന്നുള്ളത്. അതായത് അവൻ്റെ വളർച്ചയ്ക്ക്, അവൻ്റെ നീഡ്സിന് ഒക്കെയാണ് ഈ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ അപ്രോച്ച് പ്രാധാന്യം കൊടുക്കുന്നത്.
ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 കാൾ യുങ്, ഇഡിപ്പസ് കോംപ്ലക്സ്, ട്രാൻസ്ഫറൻസ് തെറാപ്പി എന്നിവയാണ്. ലിസ്റ്റ് 2 ഫ്രീ അസോസിയേഷൻ, അനിമ ആൻഡ് അനിമസ്, ഫാലിക് സ്റ്റേജ്, ക്ലയൻസ് ഫീലിംഗ് ടുവേർഡ്സ് തെറാപ്പിസ്റ്റ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അതായത് കാൾ യുങ് ആണ് അനിമ ആൻഡ് അനിമസ്, ഇഡിപ്പസ് കോംപ്ലക്സ് ഫാലിക് സ്റ്റേജിൽ, ട്രാൻസ്ഫറൻസ് ക്ലയൻസ് ഫീലിംഗ് ടുവേർഡ്സ് തെറാപ്പിസ്റ്റ് ആൻഡ് തെറാപ്പി ഈസ് എ ഫ്രീ അസോസിയേഷൻ. കാൾ യുങ്ങിൻ്റെയാണ് അനലിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്ത കാൾ യുങ് ആണ്. അതായത് അദ്ദേഹം പേഴ്സണാലിറ്റി സ്ട്രക്ചർ 3 എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കോൺഷ്യസ് ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നിവയെല്ലാം. അതുപോലെ തന്നെ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന കുറച്ച് ആർക്കിടൈപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു ആർക്കിടൈപ്പാണ് അനിമ ആൻഡ് അനിമസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ സ്പീഷീസിൻ്റെ ബൈസെക്ഷുവാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു മെന്നിലുള്ള ഒരു ഫെമിനിൻ ആർക്കിടൈപ്പ് ഉണ്ട്, അതിനെയാണ് നമ്മൾ അനിമ എന്ന് പറയണത്. അതുപോലെ വിമനിൽ കാണപ്പെടുന്ന മസ്കുലിൻ ആർക്കിടൈപ്പിനെയാണ് നമ്മൾ അനിമസ് എന്ന് പറയുന്നത്. കാൾ യുങ് പറയുന്നത് ഈ അനിമയുടെയും അനിമസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാ ഇൻഡിവിജ്വലിലും കാണുന്നുണ്ടെന്ന് എന്നാണ്. അതായത് മാൻ വിമൻ്റെ നേച്ചർ മനസ്സിലാക്കുന്ന അവൻ്റെ വെർച്യൂവിലൂടെയാണ്, അത് വെർച്യൂ ഓഫ് ഹിസ് അനിമയിലൂടെയാണ്. അതുപോലെ തന്നെ വിമൻ മെന്നിൻ്റെ നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ബൈ വെർച്യൂ ഓഫ് ഹർ അനിമസ് എന്നതിലൂടെയാണ്. തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് ഫ്രോയിഡ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസുകളിലായിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ് എന്നിവയാണവ. അതിൻ്റെ അത് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 5 years ആണ്. അതായത് ഇവിടെ പ്ലഷർ ഫോക്കസ് ചെയ്ത് ജെനിറ്റൽ റീജിയണിലാണ്. അതായത് ഈ ജെനിറ്റൽ ഓർഗൻസിലൂടെയുള്ള ഫോൺഡ്ലിങ്ങിലൂടെയാണ് ഇവിടെ ഒരു പ്ലഷർ കിട്ടുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് സെക്ഷുവാലിറ്റിനെ പറ്റിയൊക്കെ ഒരു അറിവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പേരൻറ്റിനോട് അട്രാക്ഷൻ തോന്നുന്നതും ഈ ഒരു ടൈം പീരീഡിലാണ്. അപ്പം മെയിൽ ചൈൽഡിന് അവൻ്റെ അമ്മയോട് തോന്നുന്ന സെക്ഷൽ ഡിസയറിനാണ് നമ്മൾ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛനോട് തോന്നുന്ന ആ ഒരു ഡിസയറിനാണ് നമ്മൾ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്ര കോംപ്ലക്സ് സംഭവിക്കുമ്പോൾ മദറിനോട് ഒരു റിജക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഡിപ്പസ് കോംപ്ലക്സിൽ ഫാദറിനോടും ഒരു റിജക്ഷൻ വരുന്നുണ്ട്. ഒരു ക്ലൈൻറ്റ് അവൻ്റെ സങ്കടവും ദേഷ്യവും എല്ലാം തെറാപ്പിസ്റ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഫ്രീ അസോസിയേഷനാണ് ഒരു തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ യാതൊരുവിധ സങ്കേതവും ഒന്നുമില്ലാണ്ട് നമ്മൾ ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ തെറാപ്പി, അതായത് തെറാപ്പിയിലെ ഒരു മെയിൻ ടെക്നിക്കാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് എ ഹ്യൂമനിസ്റ്റിക് ടീച്ചർ. ഒരു ഹ്യൂമനിസ്റ്റിക് ടീച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. വെൽ ഡിസിപ്ലിനറിയൻ ആൻഡ് ഇമ്പോസ് ലോ, ഗീവ് എംഫസൈസ് ടു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ്, എൻകറേജ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, അപ്ലൈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് മെത്തേഡ്സ്. ഒരു ഹ്യൂമനിസ്റ്റിക് ടീച്ചറിൻ്റെ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വെൽ ഡിസിപ്ലിനറി ആയിരിക്കും, അതുപോലെ ലോസ് ഇമ്പോസ് ചെയ്യും, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എൻകറേജ് ചെയ്യും, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യും. അതായത് ഒരു ഹ്യൂമനിസ്റ്റിക് ടീച്ചർ എപ്പോഴും സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേർഡ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ഇവിടെ ഹ്യൂമൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അവൻ്റെ പേഴ്സണൽ ഗ്രോത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അവൻ്റെ നീഡ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യാലിറ്റീസും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കാനായിട്ടാണ് ഹ്യൂമനിസം ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിനായിരിക്കും എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നത്. ഓവറായിട്ട് ഡിസിപ്ലിൻ ലോസ് ഇമ്പോസ് ചെയ്യുന്ന പരിപാടിയില്ല. ഹ്യൂമൻസിന് ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനും അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഐസങ്ക്, ബിഗ് 5 മോഡൽ, റെയ്മൺ കാറ്റൽ, ഗോർഡൻ ആൽപോർട്ട് എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ഓപ്പൺനെസ്, 60 PF, സെക്കൻഡറി ട്രീറ്റ്,
സൈക്കോട്ടിസിസം. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഐസങ്കിൻ്റെ ആണ് സൈക്കോട്ടിസിസം. ബിഗ് 5 മോഡലാണ് ഓപ്പൺനെസ്. റെയ്മൺ കാറ്റലാണ് 60 PF. ആൽപോർട്ടിൻ്റെ ആണ് സെക്കൻഡറി ട്രൈറ്റ്. ഐസങ്കിൻ്റെ ആണ് സൈക്കോട്ടിസിസം എന്ന് പറയുന്നത്. ഐസങ്ക് വ്യക്തിത്വത്തിൻ്റെ 3 ടൈപ്പുകളാണ്, അല്ലെങ്കിൽ 3 വ്യത്യസ്ത ടൈപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസം, സ്റ്റെബിലിറ്റി, സൈക്കോട്ടിസം, നോർമൽസി. അതായത് സൈക്കോട്ടിസം മനോരോഗാവസ്ഥയും മനോരോഗമില്ലാത്ത അവസ്ഥ എന്നാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മനോരോഗ ലക്ഷണങ്ങൾ ഉയർന്ന തോതിൽ പുലർത്തുന്നവരും ഏകാന്ത പ്രവണരും അനുകമ്പരഹിതരും സ്വാർത്ഥമതികളും വ്യക്തിത്വ പരിഗണന ഇല്ലാത്തവരും ഒക്കെ ആയിരിക്കും. ഇനി അതിൻ്റെ എക്സ്ട്രീമിറ്റി അപ്പുറത്തെ ലൈനിലുള്ളവരെങ്ങനെയായിരിക്കും? അതായത് നല്ല ആൾക്കാർ, പൊതുവെ അനുകമ്പാഭരിതരും സാഹസ വിമുഖരും സാമൂഹിക താല്പര്യം പുലർത്തുന്നവരും ഒക്കെ ആയിരിക്കും. അതായത് മനോരോഗമില്ലാത്തവർ. അതായത് ഈ വ്യക്തിത്വ ടൈപ്പുകൾ 3 മാനങ്ങൾ ഉൾപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വ ടൈപ്പുകളാണ് ഐസങ്ക് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ മാർക്കും ഏറ്റവും കുറഞ്ഞ മാർക്കും അങ്ങനെയാണല്ലോ. അതുപോലെയാണ് ഇതും അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു എക്സ്ട്രീമിറ്റിയിൽ മനോരോഗമുള്ളവരാണെങ്കിൽ മറ്റു എക്സ്ട്രീമിറ്റിയിൽ മനോരോഗമില്ലാത്തവർ. ആ രീതിയിലാണ് ഐസങ്ക് ഇതിനെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇനി ബിഗ് 5 മോഡലിൽ 5 കോമ്പോണൻസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു കോമ്പോണൻ്റാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. ഇനി കാറ്റലിൻ്റെ ആണ് 60 PF എന്ന് പറയുന്നത്. കാറ്റിൽ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റിനെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റിനെയറിൽ 16 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഇനി ആൽപോർട്ടിൻ്റെ ആണ് സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. ആൽപോർട്ടിൻ്റെ സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള നാരോ ട്രൈറ്റ് ആണ്. അതായത് വളരെ വിരളമായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സ്വഭാവ സവിശേഷതകളുണ്ടല്ലോ, അതിനാണ് നമ്മൾ സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. അതായത് അത് സ്പെസിഫിക്കും ആയിരിക്കും, അതുപോലെ തന്നെ വീക്കായിരിക്കും അവരുടെ ബിഹേവിയറിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് കോൺസെപ്ച്വലി, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇൻട്രാക്ട് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് ആൻഡ് വൺസ് ഓൺ ഇമോഷൻസ്, എബിലിറ്റി ടു വിഷ്വലൈസ് ഒബ്ജക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, ഇൻ്റർപേഴ്സണൽ. നമ്മുടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് എബിലിറ്റി ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് കോൺസെപ്റ്റ്സിൽ ലോജിക്കൽ, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. അതായത് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മാത്സിലാണ്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻട്രാക്ട് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്, അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിലാണ് വരുന്നത്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് ആൻഡ് വൺസ് ഓൺ ഇമോഷൻസ്, അതായത് നമുക്ക് നമ്മളെ തന്നെയുള്ള ഒരു അവബോധം എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. എബിലിറ്റി ടു വിഷ്വലൈസ് ഒബ്ജക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, അതായത് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണാനും അതുപോലെ തന്നെ നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കൂടുതലായിട്ട് പഠനം സാധ്യമാകുന്നവരെല്ലാവരും സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവരാണ്. Next question, the article in the Constitution suggesting free and compulsory education for all children at the age group of 60 to 40 years. അതായത് 6 മുതൽ 14 വരെയുള്ള വയസ്സ് ഉള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 21A, 21B, 22A, 22B. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 21A ആണ്. അപ്പോൾ നമ്മുടെ NEP 2020 വന്നു കഴിഞ്ഞപ്പോൾ അത് 3 to 18 ആയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ. താഴെ തന്നിരിക്കുന്നതിൽ ഓഡായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിന്നറ്റ് സൈമൺ ടെസ്റ്റ്, WAS, കാറ്റൽ കൾച്ചർ ഫെയർ ടെസ്റ്റ്, MMPI. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, MMPI ആണ്. MMPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയോസ്റ്റ മൾട്ടി ഫേസ് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി എന്നുള്ളതാണ്. അതായത് പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയണത്. വെസ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ ഇൻ്റലിജൻസ് അളക്കാനുള്ളതാണ്. ബിനറ്റ് സൈമൺ ടെസ്റ്റ് ഇൻ്റലിജൻസ് നോക്കാനുള്ളതാണ്. കാറ്റൽ കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ നിർമ്മിച്ചെടുത്ത ഒരു നോൺ വെർബൽ IQ ടെസ്റ്റാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്